അതിന് പൊതുഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ KR ജ്യോതിലാൽ സാറിനെ ഏറെ സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുന്നു. ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ, ആദരണീയനായുള്ള പ്രശസ്ത സിനിമാ താരം ശ്രീ ടൊവിനോ തോമസ്, കേരള യുവജന കമ്മീഷൻ അധ്യക്ഷ കുമാരി ചിന്ത ജെറോം, ഡയറക്ടർ സാമൂഹ്യ സന്നദ്ധ സേന ശ്രീ അമിത് മീന, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇന്ന് കേരളത്തിലെ ഒരു സുപ്രധാന ദിവസമാണ്. മുൻപ് നമ്മൾ നിപ്പയും പ്രളയവും കോവിഡും ഒരുപക്ഷെ അന്തർദേശീയ തലത്തിൽ തന്നെ വളരെ ആർജിക്കത്തക്ക വിധത്തിൽ പ്രവർത്തനം നടത്തി ഇതിനെല്ലാം അതിജീവിക്കാൻ കഴിഞ്ഞ ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ലീഡർഷിപ്പിൽ ഒരുപക്ഷെ കേരളത്തിലെ ജനത ഇതോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് ഇതെല്ലാം കൈവരിക്കാൻ കഴിഞ്ഞത്. ഇത്തരം പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിന് വേണ്ടി ഒരു സാമൂഹിക സന്നദ്ധ സേന രൂപീകരിക്കുന്നതിന് വേണ്ടി 2020 ജനുവരി 1 സാമൂഹിക സന്നദ്ധ സേനയുടെ ഒരു ഡയറക്ടറേറ്റ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഒരുപക്ഷെ നമ്മൾക്കെല്ലാം അറിയാം, ന്യൂയോർക്കിലെ മേയർ 1,00,000 വോളണ്ടിയേഴ്സിന് വേണം എനിക്ക് കോവിഡ് ഫൈറ്റ് ചെയ്യാനെന്ന് പറഞ്ഞ സമയത്ത് കേരളത്തിൽ 3,85,430 വോളണ്ടിയേഴ്സാണ് ജോയിൻ ചെയ്തത്. അത് തന്നെ കാണിക്കുന്നതും അമേരിക്ക പോലുള്ള രാജ്യത്തിന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം കേരളത്തിലെ ഒരു സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് കേരളത്തിലെ ജനതയുടെ സാമൂഹ്യ സന്നദ്ധതയാണ് കാണിക്കുന്നത്. ഇന്ന് അവരുടെ 3,85,430 പേരെ അവർക്ക് നമ്മൾ ശാസ്ത്രീയമായി ട്രെയിനിങ് നൽകുന്നതിനുള്ള നടപടികൾ, അതും ഓൺലൈനായിട്ട് ട്രെയിനിങ് നടത്തുകയും ഇന്നിപ്പോൾ 20,425 പേര് ട്രെയിനിങ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞ് ഈ മേയോടുകൂടി 1,00,000 പേരെ ട്രെയിൻ ചെയ്യുന്നതിനുള്ള നടപടികളാണ് ഇന്നിപ്പം നമ്മൾ എടുത്തു വരുന്നത്. ഇവർക്ക് ഇന്നിപ്പം CFLTC നടത്തുന്നതായാലും ക്വാറന്റൈൻ സെന്ററിൽ അല്ലെങ്കിൽ ക്വാറന്റൈനിലുള്ള ആളുകളെ വിസിറ്റ് ചെയ്ത് അവർക്കുള്ള സേവനം നൽകുന്നതായാലും വയസ്സായിട്ടുള്ള ഓൾഡ് ഏജ് പോപ്പുലേഷനെ നോക്കുന്നതിനായാലും അതോടൊപ്പം കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തുന്ന ഇങ്ങനെ വിവിധ മേഖലയിൽ അവരുടെ സേവനം ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. സാധാരണ നമ്മൾ പറയാറുണ്ട്, സർവീസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. there is a statue of opportunity in a foreign country. ആ ഓപ്പർച്യൂണിറ്റിയുടെ സ്റ്റാച്യു കണ്ണുകൾ കെട്ടിയിരിക്കുകയാണ്. അതിന് 2 ചിറകുകളുമുണ്ട്. കണ്ണ് കെട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ when the opportunity is there we don't see it. നമ്മൾ അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ it has got wings, it will fly away. അതുകൊണ്ട് സർവീസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. സാധാരണ നമ്മൾ പറയാറുണ്ട്, വെള്ളിത്തിരയിൽ നിങ്ങൾ വെള്ളിമേഘങ്ങളാവാതെ നിങ്ങൾ കാർമേഘങ്ങളായിട്ട് സമൂഹത്തിന് നന്മ ചെയ്യണം. ഒരുപക്ഷെ വെള്ളിത്തിരയിൽ നിന്ന് നമുക്ക് സാമൂഹ്യ സന്നദ്ധ സേനയിലേക്ക് വന്ന് പ്രവർത്തനം ചെയ്ത ഒരു പ്രശസ്ത സിനിമാ താരം ശ്രീ ടൊവിനോ തോമസ് നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിനെ ഇന്ന് ബ്രാൻഡ് അംബാസഡറായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മൾ തന്നെ ക്ഷണിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ബ്രാൻഡ് അംബാസഡറായിട്ടുള്ള പ്രഖ്യാപിക്കുന്നതാണ്. ആ പ്രഖ്യാപനത്തിൻ്റെ ചടങ്ങിലേക്ക് നിങ്ങളുടെ ഏവരെയും സദയം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി ഇതിൻ്റെ തുടർ പ്രവർത്തനമെന്ന മേഖലയിൽ ഇന്നിപ്പം ട്രെയിനിങ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതുകൂടാതെ ഇവർക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ, അതോടൊപ്പം മറ്റ് PSC ആയാലും മറ്റ് രാജ്യങ്ങളിൽ ചെയ്യാറുള്ള യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷനും മറ്റും ഗ്രേസ് മാർക്ക് കൊടുക്കാറുണ്ട്. സാമൂഹ്യ സന്നദ്ധ സേന അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് ചെയ്യുന്ന അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളെ ഗവൺമെന്റിന്റെ ആക്റ്റീവ് കൺസിഡറേഷനാണ്. ഇന്ന് യൂത്ത് ലീഡർഷിപ്പിന് വേണ്ടി ഒരു അക്കാഡമി കൂടി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ അവർകളെ ഈ വേദിയിലേക്ക് സദയം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാമൂഹ്യ സന്നദ്ധ സേനയ്ക്കും യുവജനങ്ങൾക്കും ഒരു മാതൃകയായിട്ടുള്ള, അതോടൊപ്പം സിനിമാ രംഗത്തുള്ള എല്ലാവർക്കും ഒരു മാതൃകയായിട്ടുള്ള ശ്രീ ടൊവിനോ തോമസ്, ഞങ്ങളുടെ തന്നെ സാമൂഹ്യ സന്നദ്ധ സേനയിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രകൃതി ദുരന്ത സമയത്ത് ധാരാളം സേവനങ്ങൾ ചെയ്തിട്ടുള്ള ശ്രീ ടൊവിനോ തോമസ് അവർകളെ ഈ ചടങ്ങിലേക്ക് സദയം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേരള യുവജന കമ്മീഷന്റെ അധ്യക്ഷ കുമാരി ചിന്ത ജെറോം അവർകളെ ഈ വേദിയിലേക്ക് സദയം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അമിത് മീന വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒറ്റയാൻ പട്ടാളമാണെങ്കിലും
എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന ശ്രീ അമിത് മീണ IAS അവർകളെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ലക്ഷക്കണക്കിന് കേരളത്തിനും അകത്തും പുറത്തുമുള്ള ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, ഫേസ്ബുക്കിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്ന, ഓൺലൈനായി കാണുന്ന എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ഏറെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നമ്മുടെ കേരളം നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. ഒന്നിനു പുറകെ ഒന്നായി വന്ന ദുരന്തങ്ങൾ യഥാർത്ഥത്തിൽ വലിയ ഇടവേളയില്ലാതെയാണ് ഓരോ ദുരന്തവും വന്നത് എന്നാണ് കാണാൻ നമുക്ക് കഴിയും. ഇതിനെല്ലാം നേരിടുകയും അതിജീവിക്കുകയും ചെയ്തത് നമ്മുടെ സമൂഹത്തിന്റെ ശക്തി കൊണ്ടാണ്. സമൂഹത്തിന്റെ ഒരുമയും ഐക്യവും ഈ നേരിടലിനും അതിജീവനത്തിനും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. വലിയ പിന്തുണയാണ് ജനങ്ങൾ നാകെ ഈ ഘട്ടത്തിലുണ്ടായത്. ഇപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ അടക്കമുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതിനും പരിഹരിക്കുന്നതിനും ശാസ്ത്രീയമായ പരിശീലനം ലഭിച്ച ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവുക എന്നത് ഒഴിച്ചുകൂടാത്തതാണ്. ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്ത സ്ഥലത്തേക്ക് ഓടിയെത്തുന്ന പ്രകൃതമാണ് പൊതുവെ മലയാളികളുടെ. പക്ഷെ ആ ദുരന്ത സ്ഥലത്ത് ശാസ്ത്രീയമായ അറിവോടുകൂടിയാണ് എത്തുന്നതെങ്കിൽ അത് കൈകാര്യം ചെയ്യൽ എളുപ്പമാവും. അത്തരമൊരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഒരു സാമൂഹ്യ സന്നദ്ധ സേനാ ഡയറക്ടറേറ്റ് 2020 ജനുവരി 1 സർക്കാർ രൂപീകരിച്ചത്. കേരളത്തിലെ സന്നദ്ധ പ്രവർത്തനത്തിന് താല്പര്യമുള്ള ധാരാളം ആളുകൾ. അപ്പൊ അത്തരത്തിലുള്ള എല്ലാവരെയും ഒരു വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ രജിസ്ട്രേഷൻ ആരംഭിച്ച് ആ നടപടികൾ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും. അതിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങളാണ് നേരത്തെ ശ്രീ ജ്യോതിലാൽ വ്യക്തമാക്കിയത്. അവർക്കെല്ലാം പരിശീലനവും നാം നൽകി. 4 ലക്ഷത്തോളം ആളുകളാണ്, 3,75,000-ലധികം ആളുകൾ എന്ന് പറഞ്ഞാൽ അത് ചെറിയ നമ്പറല്ല. ഈ ആദ്യഘട്ട പരിശീലനം ഘട്ടം ഘട്ടമായി നൽകുന്നതിനാണ് നാം തീരുമാനിച്ചത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനായി മാത്രമേ പരിശീലനം നൽകാൻ കഴിയുമായിരുന്നു. അങ്ങനെ പ്രീ മൺസൂൺ പരിശീലനമാണ് ആദ്യം ആരംഭിച്ചത്. മണ്ണിടിച്ചില്, വെള്ളപ്പൊക്കം, ക്യാമ്പ് നടത്തിപ്പ് തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരുടെ സെഷനുകൾ ഏർപ്പെടുത്തി. 20,429 വ്യക്തികൾ ഈ പരിശീലനത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. പരിശീലനം പൂർത്തിയാക്കിയവർക്ക് ഘട്ടം ഘട്ടമായി സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി വരുന്നു. കോവിഡ് കാലത്ത് സന്നദ്ധ സേനാ പ്രവർത്തകർ നടത്തിയ പ്രവർത്തനം നമ്മുടെ നാടിനപ്പുറവും ശ്രദ്ധിക്കപ്പെട്ടതാണ്. സാമൂഹ്യ അടുക്കള നടത്തിപ്പ്, ഭക്ഷണ വിതരണം, അവശ്യ മരുന്നുകൾ എത്തിച്ചു കൊടുക്കൽ, ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ
നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ ഇടപെട്ട് പ്രവർത്തിക്കുകയുണ്ടായി. CFLTC-കൾ നല്ല നിലക്കാണ് കേരളത്തിൽ പ്രവർത്തനം നടത്തിയത്. അവിടെ ആരോഗ്യ പ്രവർത്തകരോടൊപ്പം സേവന സന്നദ്ധരായി സന്നദ്ധ പ്രവർത്തകരും അണിനിരക്കുകയുണ്ടായി. ഗവൺമെന്റിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ചാലക ശക്തിയായി പ്രവർത്തിച്ച ഓരോ സന്നദ്ധ പ്രവർത്തകരെയും ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിനന്ദിക്കട്ടെ. സന്നദ്ധ പ്രവർത്തകർക്ക് ആവശ്യമായ ഇൻഷുറൻസ് പരിരക്ഷ, മത്സര പരീക്ഷകൾക്കുള്ള ഗ്രേസ് മാർക്ക്, ഇവ സംബന്ധിച്ച കാര്യങ്ങൾ സർക്കാർ പരിശോധിച്ചു വരികയാണ്. അക്ഷയ സേവനങ്ങൾ ഓൺലൈനായി അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുന്നതിനും പ്രസ്തുത സേവനങ്ങൾ വീടുകളിൽ എത്തിക്കുന്നതിനും സന്നദ്ധ സേനാംഗങ്ങളെ നിയോഗിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്രകാരം അപേക്ഷ അല്ലെങ്കിൽ പരാതി സ്വീകരിച്ച് അധികാരികൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിനും അതിൻ്റെ തുടർ നടപടി വിവരങ്ങൾ വിളിച്ചറിയിക്കുന്നതിനും സന്നദ്ധ സേനാ അംഗങ്ങൾക്ക് പാസ് അനുവദിക്കും. ഈ പ്രവർത്തനം ഏറ്റെടുക്കണമെന്ന് സന്നദ്ധ സേനാ പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തില് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ പൊതുസമൂഹത്തോടൊപ്പം സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ അടക്കമുള്ള പല പ്രമുഖരും പങ്കാളികളായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ നമ്മുടെ കേരളീയ സമൂഹം പ്രത്യേകമായി ശ്രദ്ധിച്ച ഒരു പേരാണ് ടൊവിനോ തോമസ്. അദ്ദേഹം ചലച്ചിത്ര രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ തിരക്ക് മാറ്റിവെച്ച് സന്നദ്ധ സേനാ അംഗമായി പ്രവർത്തിക്കാൻ തയ്യാറായി. അങ്ങനെയുള്ള ശ്രീ ടോവിനോയെ ഈ ഘട്ടത്തിൽ നമ്മുടെ സാമൂഹ്യ സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസഡറായി ലഭിക്കുന്നത് തീർച്ചയായും സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് സർക്കാർ അദ്ദേഹത്തെ ക്ഷണിച്ചതും സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനത്തിന് തയ്യാറായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സ് അത് സ്വീകരിക്കുകയും ചെയ്തു. ദുരന്ത പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ജനകീയമായി ഒരുക്കി പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ സാമൂഹ്യ സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസഡറായി ശ്രീ ടൊവിനോയെ പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ അംബാസഡർ സ്ഥാനം കൂടുതൽ യുവാക്കളെ മഹത്തായ സംരംഭത്തിലേക്ക് ആകർഷിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം. സാമൂഹിക പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കേരളത്തെ പ്രാപ്തമാക്കിയ കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് നന്ദി. അദ്ദേഹം ശ്രീ ടൊവിനോ തോമസിനെ സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസഡറായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരള മനസാക്ഷിയോടൊപ്പം നിന്ന, കേരള സമൂഹത്തോടൊപ്പം നിന്ന ഏറെ പ്രിയപ്പെട്ട സിനിമാ താരം ശ്രീ ടൊവിനോ തോമസിനെ ബ്രാൻഡ് അംബാസഡർ പദവി ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കാൻ ഏറെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇത് വലിയൊരു അംഗീകാരവും ഉത്തരവാദിത്വവും ഒക്കെ ആയിട്ടാണ് ഞാൻ കരുതുന്നത്. കാര്യം നമ്മുടെ ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ എല്ലാവരും എല്ലാ ഡിഫറൻസസും മാറ്റി വെച്ചുകൊണ്ട് ഒരുമിച്ച് ചേർന്നാണ് ഇതിനൊക്കെ എതിരെ പോരാടിയത്. അപ്പൊ അന്നൊക്കെ അത് എല്ലാവരും സ്വയം തോന്നി നിസ്വാർത്ഥമായിട്ടുള്ളൊരു സേവനമായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതിനിധിയാവാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമായിട്ട് ഞാൻ കരുതുന്നു.
ഇപ്പൊ അതേ ആ ഒരു സ്വയം മുന്നോട്ട് വന്ന ആ ഒരു ഒരു ടാസ്ക് ഫോഴ്സ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഫോഴ്സ് പോലെയുള്ള ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഉണ്ടായിരുന്ന ഒരു ഫോഴ്സിനെ ഏകോപിപ്പിച്ച് അതിനെ വേണ്ട രീതിയിൽ ഗൈഡൻസ് കൊടുത്ത് ട്രെയിനിങ് കൊടുത്ത് ഒരു ആർമി പോലെയായി മാറുക എന്ന് പറയുന്ന ലോകത്ത് മറ്റെവിടെയെങ്കിലും നിരന്തരമായി നമ്മൾ കേട്ടിട്ടുള്ള ഒന്നല്ല. അതിൽ നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കുകയും ചെയ്യാം. ഇങ്ങനെ ഒരു ഉദ്യമം തുടങ്ങി വെച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഇതിന്റെ പിന്നിലുള്ള എല്ലാവർക്കും വലിയൊരു നന്ദിയും എന്റെ സന്തോഷവും അറിയിക്കുകയാണ്. അതോടൊപ്പം അന്ന് ഞാൻ എന്റെ നാട്ടില് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ നാട്ടിൽ 90% ആൾക്കാരും ഞങ്ങൾ ഒരുമിച്ചാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും നടന്നിട്ടുള്ളത്. നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വഴക്കടിക്കും, നമ്മൾ തമ്മിൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതായിരിക്കും. പക്ഷെ പ്രശ്നം വരുന്ന സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയും ഒരുമിച്ച് നിൽക്കുകയും അത് മലയാളികളുടെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് വലിയൊരു പ്രശ്നം വരുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് ചെയ്തത്. അത് ജാതി, വർണ്ണ, വർഗ അങ്ങനെയുള്ള ഒരു ഭേദങ്ങളില്ലാതെ, രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ, ലിംഗഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതാണ്. സോ അത് കേരളത്തില് ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് വളരെ അഭിമാനത്തോടെ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാനുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. അതിൽ ഒരു ബ്രാൻഡ് അംബാസിഡറായി അങ്ങനെ നിസ്വാർത്ഥമായിട്ട് ഇറങ്ങി പ്രവർത്തിച്ച ഓരോരുത്തരുടെയും പ്രതിനിധിയായി എന്നെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് ഞാൻ കരുതുന്നു. അതിന്റെ നന്ദി ഞാൻ എല്ലാവരോടും അറിയിക്കുന്നു. അതോടൊപ്പം സന്നദ്ധ സേനയിൽ ഇപ്പോൾ അംഗങ്ങളല്ലാത്ത നിരവധി പേരുണ്ട്. മുൻപ് ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുണ്ടായിരുന്നവർ, അവരും ഇതിനുശേഷം ഇപ്പോ ഈ സന്നദ്ധ സേനയിൽ അംഗമാവുകയും നമ്മുടെ സന്നദ്ധ സേന ഇനിയും ഒരുപാട് വലുതാവുകയും എപ്പോ എവിടെ എന്ത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാലും നമ്മളുടെ ഗവൺമെന്റും മറ്റ് നമ്മുടെ ടാസ്ക് ഫോഴ്സുകളും എല്ലാം വരുമ്പോഴും നാട്ടുകാരുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിലാണ് ഏറ്റവും എഫക്റ്റീവായിട്ടും ഏറ്റവും ഭംഗിയായിട്ടും അത് ചെയ്യാൻ കഴിയുക. അത് ട്രെയിൻഡ് ആയിട്ടുള്ള പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയിട്ടുള്ള ആളുകളും കൂടി ആവുന്ന സമയത്ത് അത് കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് വരരുത് എന്ന് പറയുകയോ അല്ലെങ്കിൽ തടഞ്ഞു നിർത്താനോ സാധിക്കില്ല. പക്ഷെ എന്ത് വന്നാലും നേരിടാനുള്ള ശക്തിയുള്ള ഒരു ജനതയായി നമ്മൾ മാറിയിരിക്കുന്നു. ഇനിയും കൂടുതൽ ശക്തി പ്രാപിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവരോടും ഉള്ളതിന്റെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിസ്വാർത്ഥരായ കേരളത്തിന്റെ സന്നദ്ധ സേന പ്രവർത്തകർക്കൊപ്പം ഇനി പ്രിയപ്പെട്ട സിനിമാ താരം ശ്രീ ടൊവിനോ തോമസും ഉണ്ടാകുമെന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. ഇത് ഒരു ചരിത്ര നിമിഷം തന്നെയാണ്. യുവജനക്ഷേമ ബോർഡും കേരള യുവജന കമ്മീഷനും സന്നദ്ധ സേനയോടൊപ്പം വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ കുമാരി ചിന്ത ജെറോമിനെ സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡർ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട താരം ശ്രീ ടൊവിനോ തോമസ്, ജ്യോതിലാൽ സർ, ശ്രീ അമിത് മീണ, ശ്രീ അമിത് മധുപാൽ, മറ്റ് പ്രിയപ്പെട്ടവരെ, സന്നദ്ധ സേന അംഗങ്ങളെ, കേരള ജനതയെ സംബന്ധിച്ച്, കേരളീയ യുവത്വത്തെ സംബന്ധിച്ച് ഒരു അഭിമാനകരമായ നിമിഷമാണ് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്. ലോകത്തിന് തന്നെ മാതൃകയായി കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം 3,75,000-ൽ പരം സന്നദ്ധ പ്രവർത്തകർ, സ്വന്തമായിട്ടൊരു ഗവൺമെന്റിന് സ്വന്തമായി യുവതയുടെ സന്നദ്ധ സേനയുള്ള സംസ്ഥാനമായി നമ്മുടെ കൊച്ചു കേരളം മാറിയിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ മറ്റെന്ത് വ്യത്യാസങ്ങളെയും മറന്നുകൊണ്ട് ഇറങ്ങി പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന, ആത്മസമർപ്പണത്തോടു കൂടി നിൽക്കുന്ന ഒരു യുവതയുണ്ട് എന്നതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. ആ യുവതയ്ക്ക് ശരിയായ ദിശാബോധം നൽകുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ നയിക്കുന്ന നമ്മളുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കാഴ്ചപ്പാടാണ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിന് സ്വന്തമായ ഒരു സന്നദ്ധ സേന വേണം എന്നത്. അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടിനെ കേരളീയ യുവത്വം ഹൃദയത്തോട് ചേർത്ത് വെച്ചു. വലിയ ഒരു രജിസ്ട്രേഷനാണ് നമുക്ക് ഉണ്ടായത്. കോവിഡ് സമയത്ത് കൂട്ടിരിപ്പുകാരായ യുവത മുമ്പോട്ട് വരണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ യുവതയുടെ അടുത്ത് ഒരു അഭ്യർത്ഥന നടത്തി. ആ അഭ്യർത്ഥനയുടെ ഭാഗമായി നിരവധി യുവജനങ്ങളാണ് രജിസ്റ്റർ ചെയ്തത്. അന്ന് ഞങ്ങൾക്കൊപ്പം യുവജന കമ്മീഷന്റെ പഴയ
യൂത്ത് ഐക്കൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ടൊവിനോ തോമസ് ഉൾപ്പെടെയുള്ള നിരവധി പ്രഗത്ഭരും അതോടൊപ്പം തന്നെ വളരെ സാധാരണക്കാരുമായിട്ടുള്ള മനുഷ്യർ ഉണ്ടായിരുന്നു. ഇനി ഇത് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാൻ ടൊവിനോയുടെ ബ്രാൻഡ് അംബാസിഡർ പദവിയും അദ്ദേഹത്തിന്റെ നമ്മളോടുള്ള കൂടുതൽ താല്പര്യത്തോടു കൂടി അദ്ദേഹം നമ്മുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത് ഊർജം നൽകും എന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. തീർച്ചയായും ഈ ചടങ്ങിനെത്തിയിരിക്കുന്ന ഏവരെയും സ്നേഹത്തോടുകൂടി അഭിവാദ്യം ചെയ്യുന്നു. അഭിവാദനം. നന്ദി ചിന്ത. സന്നദ്ധ സേനയുടെ രൂപീകരണം മുതൽ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃപരമായി പങ്കുവഹിക്കുന്നത് സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടറേറ്റിന്റെ ഡയറക്ടർ ശ്രീ അമിത് മീണ IAS ആണ്. ഏറെ സ്നേഹാദരങ്ങളോടെ ചടങ്ങിന് നന്ദി അർപ്പിക്കുന്നതിന് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, ബഹുമാനായ GAD സെക്രട്ടറി ശ്രീ KR ജ്യോതിലാൽ സർ, ബഹുമാനായ സിനിമ സ്റ്റാർ ശ്രീ ടൊവിനോ തോമസ്, Ms. Chinta Jerome, Youth Welfare Commission Chairman, എല്ലാവർക്കും ഹാർദമായി നമസ്കാരം. It is indeed an honor to propose vote of thanks on this occasion when we are declaring brand ambassador for such a nice initiative, a very unique initiative undertaken by Government of Kerala. The Honorable and respected CM, it has been our honor to have your august presence on this important occasion, which marks an important milestone in the journey of Samahik Sannadha Sena Directorate and this initiative itself. It was indeed Honorable CM's vision to have a directorate for organizing and channelizing the voluntary action of people of Kerala. സോ അദ്ദേഹത്തെ വിഷൻ ആയതുകൊണ്ട്, അദ്ദേഹത്തെ ഗൈഡൻസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇത്ര വലിയൊരു അച്ചീവ്മെന്റ് നമുക്ക് വളരെ ചെറിയൊരു ടൈം ഫ്രെയിമിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. So I would like to extend my heartfelt thanks on my personal behalf, on behalf of Directorate of Samahik Sannadha Sena and the department, to Honorable CM for his constant guidance and support for this unique initiative. Thank you, sir. It is indeed like we are very fortunate to have Shri KR Jyotilal IAS as GAD Secretary, under whose guidance and continuous motivation we are the directorate being a new initiative, we were able to incubate and grow to such a big proportion. It was indeed sir's constant support, leadership and motivation during very difficult times of lockdown, during COVID, and the recent threat of cyclone hitting our coast. So during these difficult times, it was the motivation and constant support from the side of GAD Secretary that kept us going. So I would like to extend our heartfelt thanks to you, sir, for constantly motivating us, guiding us, and leading us. Thank you, sir. I would like to extend my sincere and heartfelt thanks to Sri Tovino Thomas, the youth icon of Kerala, who have gracefully agreed to be the brand ambassador of this unique initiative. I'm pretty sure that this gesture of yours will definitely motivate more and more youths and your fans in the state to join this initiative, to be more productive, to be more committed to the social causes which we have undertaken, and definitely it will be a very big motivation and spread a lot of awareness among especially the youths of our state. So thank you, Sri Tovino, who have taken time from his very busy schedule of shooting, and like we were constantly in touch, and I know that he had a very tight schedule, and despite that tight schedule, he was able to take time and agreed to the dates provided by us. So that is a very very big gesture on your side. Thank you very much. Ms. Chinta Jerome, I would say that not as Youth Welfare Commission chairperson, but as member of Sannadha Sena, you are more as part of Samahik Sannadha Sena Directorate right from beginning. അദ്ദേഹം നമ്മുടെ കൂടെ ആയിരുന്നു. നമുക്ക് എപ്പോഴും അത് ആവശ്യപ്പെട്ടാൽ അപ്പോൾ തന്നെ അത് she is always ready, always willing, full of energy to always contribute in whatever cause when
if like whether it is spreading awareness about this whole initiative, asking people to undertake training, or to spread the important message of youth, the Sannath Sena to nook and corner, and to all the youths in the state. So she was always very helpful. So I always feel that she is part of Samuhik Sannath Sena Directorate and not as other organizations. So I would like to extend a very heartfelt thank on the behalf of Samuhik Sannath Sena Directorate to you and your team. Thank you. നമുക്ക് മീഡിയയുടെ ആൾക്കാരുടെ വളരെ നല്ല ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ എല്ലാ ഈ ഒരു ഇനിഷ്യേറ്റീവ് നമുക്ക് എടുക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് അവർ ഇത് ഈ നമ്മുടെ എല്ലാ ഇനിഷ്യേറ്റീവ്സ് കവർ ചെയ്തിട്ടുണ്ട്. ഡ്യൂറിങ് ലോക്ക്ഡൗൺ, ഡ്യൂറിങ് ദി റീസെന്റ് എൻട്രൻസ് എക്സാം നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സമയത്ത് വളരെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നമുക്ക് ഹൗ ഡു വി എൻഷുർ ദാറ്റ് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇസ് ദെയർ. സോ മീഡിയ വളരെ നന്നായിട്ട് അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾ ദ പോസിറ്റീവ് സ്റ്റോറീസ് ദേ ഹൈലൈറ്റഡ് ആൻഡ് എൻഷുർഡ് ദാറ്റ് a proper message is conveyed. So I would like to thank all the media houses for their constant support and their presence today, who are watching us live on Facebook. I would like to thank all the people of Kerala who have joined us live. We are nearly having some 4,000 plus viewers connected live with us, and all the volunteers. I would like to thank each one of them who have already joined this initiative, and those who are looking forward to join this initiative. I would like to thank all of you. I would like to thank the Sannath Sena staff, who, despite being skeletal in strength, it's because of their sheer determination and grit there we are able to deliver. They are constantly working 24/7 to ensure that we are moving forward in right direction and fulfilling our mandate. So I would like to thank each one of you for participating in today's program. Thank you. നിസ്വാർത്ഥമായ സേവനത്തിന്റെ ഈ ചരിത്രം